Hello students. Now we are going to the topic uncertainty principle. ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ഫിസിക്സിൻ്റെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്ന ഒരു കൺസെപ്റ്റാണ്. എന്താണ് അൺസർട്ടനിറ്റി, എന്താണ് അത് എന്തിനുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനാണ് നമ്മൾ ഇനി പോകുന്നത്. So you may be familiar with the statement of uncertainty principle, and you may be familiar with the famous expression of uncertainty principle. It is displayed here also. So ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ ഡിറൈവ് ചെയ്യാനുണ്ട്, അത് ബേസിക്കലി അത് എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള. അപ്പോൾ ഞാൻ ഇവിടെ ഫേസിങ് സ്ലൈഡിൽ വെച്ചിട്ടുള്ളത് തന്നെ വേർണിയർ ഹൈസൻബർഗ് എന്ന് പറയുന്ന ഫിസിക്സ് ബ്രെയിനിൻ്റെ ഫോട്ടോ ആണ്. He was behind this uncertainty principle. Actually, it was the stepping stone of the development of quantum mechanics, the branch of physics which deals with the micro world. And here the expression also is given delta x delta p greater than or equal to h by 4 pi. That is a famous expression about the uncertainty principle that we always hear. അപ്പോൾ എന്താണ് ഈ ഡെൽറ്റ എക്സ് എന്നുകൊണ്ട് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, ഈ ഡെൽറ്റ പി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഏതൊക്കെ ലിമിറ്റ് വരെ പോവാം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് യൂഷ്വലി നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനേക്കാൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബേസിക്കലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഫിലോസഫിക്കൽ ഐഡിയയാണ്. ഓക്കെ, ഒരു ഫിലോസഫിക്കൽ ഐഡിയ എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ മാറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ പെർട്ടിക്കുലർ തിങ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് സംതിങ്, അല്ലെങ്കിൽ ദർ ആർ സംതിങ് ദറ്റ് യു ക്യാൻ നെവർ ബി ഷുവർ ഓഫ്. അങ്ങനെയൊക്കെയുള്ളൊരു ഫിലോസഫിക്കൽ ഐഡിയയുടെ പുറത്താണ് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പ്രത്യേക കാര്യം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻസിഡൻറ്റ് യു ആർ നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ആൻഡ് അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരിക്കലും ഷുവറായി പറയാൻ കഴിയാത്ത ഒരു എക്സിസ്റ്റൻസ്, എന്തിൻ്റെയോ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു ഫിലോസഫിക്കൽ ബേസിസിൽ നിന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന ഐഡിയയിലേക്ക് നമ്മൾ വരുന്നത്. ആ ടേമിൻ്റെ ഒരു മീനിങ് അതാണ്. അപ്പോൾ ഈ ഒരു ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പുട്ട് ഫോർവേഡ് ചെയ്ത് ഇറ്റ് വാസ് ഡിസ്കവർഡ് ബൈ ജർമ്മൻ തിയററ്റിക്കൽ ഫിസിസ്റ്റ് വേർണിയർ ഹൈസൻബർഗ്. ഇറ്റ് വാസ് ഇൻ 1927 ആൻഡ് that principle it has a precise meaning that's typically relevant only to the microscopic particles. Okay, so macroscopic particles or the classical particles that we are dealing with in our physical life has nothing to do with this uncertainty principle, or uncertainty principle cannot be applied to macroscopic particle. It can be applied only to microscopic particle, but it has some implications to understand what is happening in the macro world, and what is happening in this whole universe itself, and whether there is any relation between the happenings that are occurring in the micro world and macro world. Okay, and this Heisenberg's uncertainty principle is there behind all the technologies of this century. So that is the importance of this discovery or this formulation of uncertainty principle. യൂഷ്വലി നമ്മൾ സയൻസിൽ നമ്മൾ എന്ത് കാര്യവും നമ്മൾ സെർട്ടൈനായിട്ടും തീരുമാനിക്കുന്നത്, ഉറപ്പിക്കുന്നത് നമ്മളത് കാണുമ്പോഴാണ്. വി ബിലീവ് ഇൻ ഒബ്സർവേഷൻസ്. ഇൻ ദ ലബോറട്ടറി ഓൾസോ വി ഓൾ ടേക്ക് readings, we will take observations. The word that we are using is observation. What we observe is only the right thing. ഒരിക്കലും നമുക്കൊരു എബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഐഡിയ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. You cannot take it for granted, that abstract idea, without observing it.
സോ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഇതാണ്, നമുക്ക് ഒരിക്കലും ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് നമ്മളതിനെ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആക്കി മാറ്റുന്നത്. അതർവൈസ് യു ഹാവ് ടു reject every theory in quantum mechanics because they are not physically observable. But there are something physically observable which can be related to those which are not physically observable. ഓക്കെ, അപ്പോൾ നമ്മൾ സയൻസിൻ്റെ കാര്യം പറഞ്ഞു. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താണ് ആവശ്യം? നമ്മൾ എന്ത് ഒബ്സർവ് ചെയ്യുന്നോ അതിനെപ്പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. So when we say that we are uncertain about something, what does it mean? We mean that we are uncertain about what we will observe when we do an experiment. അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുമെന്ന് ഒരുറപ്പുമില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താണോ കിട്ടുന്നത് നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ഒബ്സർവ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതപ്പോൾ അൺസർട്ടൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്, ഇഫ് യു ക്യാൻ ഒബ്സർവ് ദർ ഈസ് നോ അൺസർട്ടനിറ്റി, യു ക്യാൻ ഡെഫിനറ്റ്ലി ടെൽ വാട്ട് ഇറ്റ് ഈസ്. It is certain. But while doing an experiment or while studying a theory or while analyzing something, if you cannot observe something or you cannot say certainly this is happening there, then in such a situation we can say that uncertainty is there. Okay. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് ഈ ഒരു യൂണിവേഴ്സിൽ ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ടൈം കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം എന്ത് നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് തന്നെ ബോറിംഗ് ആയി പോകും. നമ്മുടെ ലൈഫിൻ്റെ ആ ബ്യൂട്ടി കിടക്കുന്നത് എവിടെയാണ്? ഇൻ അൺസർട്ടനിറ്റി, ഇൻ അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് വാട്ട് വാസ് ഗോയിങ് ടു ഹാപ്പൻ നെക്സ്റ്റ്. ഓക്കെ, ബട്ട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മളെ ഈ ഒരു സയൻറ്റിസ്റ്റ് എല്ലാം ട്രൈ ചെയ്യുന്നത് ഈ ഒരു അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ്. ഓക്കെ, അപ്പോൾ അൺസർട്ടനിറ്റി ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് അൺസർട്ടൈൻ ആണ് നമ്മളെ സംബന്ധിച്ച്. ഇത്രയും സയൻറ്റിഫിക് ഡിസ്കവറീസും തിയറീസും എല്ലാം ഡെവലപ്പ് ചെയ്ത ഈ ഒരു കാലത്ത് പോലും എന്താണ് അൺസർട്ടൈൻ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. സോ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ killed that dream of that scientist in a very interesting way. That is how you can say that is every scientist always dreamt of making things clear, making things uncertain, making things certain that we can predict what is going to be happen in the very next moment. But Heisenberg's uncertainty principle killed that dream of that scientist in a very interesting way. Okay, so ഇത് ഒരു ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ആ വാക്ക് കേൾക്കുന്നത് പോലെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് അല്ല. വി കനോട്ട് സേ വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടല്ല പറയുന്നത്. ആക്ച്വലി ഡ്യൂ ടു ദാറ്റ് അൺസർട്ടനിറ്റി there exists a beauty for our nature and for our universe. Okay, so this is Werner Karl Heisenberg in his early days, and he was born in 1901 and he died in 1976. So before getting into the details, we have to get clear that Heisenberg's uncertainty principle is not a principle. Okay, it is not a പ്രിൻസിപ്പിൾ അറ്റ് ഓൾ. ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതിന് ചില ചട്ടക്കൂടുകളൊക്കെ ഉണ്ട്. ഓക്കെ, എ പ്രിൻസിപ്പിൾ ഇൻ സയൻസ് ആസ് ഇൻ എവറിഡേ ലൈഫ് ഈസ് എ വെരി ഫണ്ടമെൻ്റൽ സിമ്പിൾ ഐഡിയ ഫ്രം വിച്ച് ഓൾ സോർട്സ് ഓഫ് അതർ തിങ്സ് ക്യാൻ ബി ഡിറൈവ്ഡ്. നിങ്ങൾ മെത്തഡോളജി ഓഫ് സയൻസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ വെൻ യു ഗോ ത്രൂ എനി ടെക്സ്റ്റ് ബുക്ക് ഓൺ മെത്തഡോളജി ഓഫ് ഫിസിക്സ് ഓർ സയൻസ് ഓർ ഫിലോസഫി ഓർ എനിത്തിങ്, യു വിൽ സീ എ ഡെഫിനിഷൻ ഫോർ ദ വേർഡ് പ്രിൻസിപ്പിൾ. A principle is a fundamental, simple idea from which all sorts of other things can be derived. If you accept the meaning of principle as this, you cannot tag this uncertainty principle to the word principle because it is not a principle as it is. അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതുപോലെ ഒരു നമുക്ക് അങ്ങനെ ബന്ധപ്പെടുത്താവുന്നൊരു കാര്യമല്ല. ബട്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഫണ്ടമെൻ്റലായി പോയ ചില കാര്യങ്ങളുടെ ഒരു റിസൾട്ടാണ്
Heisenberg's principle എന്ന് പറയുന്നത്. It is actually a consequence of something more fundamental. Okay, what is that more fundamental? That thing is quantum mechanics. Quantum mechanics is a theory that applies to all forms of matter and energy. Even though it is prominent in the micro world, you can extend those results to the macro world also. So it is quantum mechanics, which is a theory that applies to all forms of matter and energy. So what is uncertainty principle? It is actually a consequence of quantum mechanics. Quantum mechanics ന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇതിനെ പറയുന്നത്. സോ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ എക്സിസ്റ്റൻസ് ഓഫ് വേവ് നേച്ചർ ഫോർ പാർട്ടിക്കിൾ ഓർ എക്സിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ നേച്ചർ ഫോർ വേവ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ്. സോ ടു റിഗാർഡ് എ മൂവിങ് പാർട്ടിക്കിൾ ആസ് എ വേവ് ഗ്രൂപ്പ് implies that there are fundamental limits to the accuracy with which we can measure such particle properties as position and momentum. അപ്പോൾ ഇവിടെയാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബ്യൂട്ടി കിടക്കുന്നത്, അല്ലെങ്കിൽ അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ നമ്മളൊരു ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കൺസിഡറേഷൻസിൻ്റെ കോൺസിക്വൻസാണ് ഈ പറയുന്ന അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. സോ വെൻ particle is considered, you have to take it as a wave, and each wave is a superposition of a large number of wavelets that also we have discussed. So ഇങ്ങനെ ഒരു വേവ് ഗ്രൂപ്പാണ് ഒരു പാർട്ടിക്കിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വേവ് ഗ്രൂപ്പ് ഒരു പാർട്ടിക്കിളിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ നടത്താവുന്ന മെഷർമെൻറ്റുകൾക്ക് ഒരു ലിമിറ്റേഷനുണ്ട്. ആ ലിമിറ്റേഷൻ എന്താണെന്നാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറഞ്ഞു തരുന്നത്. സോ ആദ്യകാലം മുതലേ നിങ്ങൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെ പറ്റി കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് പൊസിഷനും മൊമെൻറ്റവും. You cannot measure both the position and the momentum of a microscopic particle simultaneously. That is the statement that you're used to hear about uncertainty principle. Yeah, it is correct. The same is the statement of uncertainty principle. But behind that statement, what is hidden? You cannot measure position and momentum of a microscopic particle. You cannot exactly measure. You can measure, but you cannot exactly measure. That is the thing behind it. You cannot exactly measure what the position and what the momentum of a microscopic particle at the same time. And what is that at the same time? There occurs a word at the same time or simultaneously. That means there is not the existence of particle nature and wave nature for a particular matter. That is the mystery behind that. It is not about the measurement problems. It is not the problem of measurement tools that we are using. But a particle can have only one nature at a time. If it is behaving like a particle, you cannot measure the wave properties at that time. If it is behaving like a wave, you cannot measure the particle properties at that time. That is why position, which is a and which is a measurable quantity, if you are precisely measuring that position, you cannot measure the momentum at that time. Okay, that is the beauty of uncertainty principle. It actually it's not a principle, it is actually a consequence of this quantum mechanical behavior of particle or dual nature of matter. Okay, സോ ഇനി നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ കേസിൽ നിന്ന് നമുക്കൊരു പ്രിസൈസ് ആയിട്ടൊരു കേസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഒരു വേവ് ഗ്രൂപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു വേവ് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് കൗണ്ടർ പാർട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വേവ് ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ഒരു വേവ് ഗ്രൂപ്പ് കാണിച്ചിട്ടുണ്ട്. യു കൺസിഡർ ദിസ് വേവ് ഗ്രൂപ്പ്. ഈ വേവ് ഗ്രൂപ്പ് ഇത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതുമാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സൂപ്പർ പൊസിഷൻ ഓഫ് ഡിഫറെൻറ്റ് വേവ്ലെറ്റ്സ് വിച്ച് ആർ കമ്മിങ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ്
which corresponds to different parts of a matter. അപ്പോൾ അങ്ങനെ ഒരു വേവ് ഇവിടെ ഉണ്ടാവുന്നു. ഈ വേവിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ കഴിയും? പലതരത്തിലുള്ള വേവ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. ചില സമയത്ത് അതൊരു വൈഡ് വേവ് ഗ്രൂപ്പായിരിക്കും. ഇവിടെ കാണിച്ചിട്ടുള്ളതൊരു വൈഡ് വേവ് ഗ്രൂപ്പാണ്. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു നാരോ വേവ് ഗ്രൂപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. സോ ഈ രീതിയിൽ പല രീതിയിലുള്ള വേവ് ഗ്രൂപ്പുകൾ എക്സിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു വൈഡ് വേവ് ഗ്രൂപ്പാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർലി ആ ഒരു വേവിൻ്റെ വേവ് ലെങ്ത് എന്താണെന്ന് ക്ലിയർ ആയിട്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റും. പ്രിസൈസ് മെഷർമെൻറ്റ് ഈസ് പോസിബിൾ. വെൻ വേവ് ലെങ്ത് ഇസ് പ്രിസൈസ് ക്യാൻ ബി പ്രിസൈസ്ലി മെഷേർഡ്. The momentum that corresponds to this wavelength is therefore a precise quantity. So de Broglie's ഉപയോഗിച്ച് നമുക്ക് ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി എന്ന ഇക്വേഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ. സോ യു ക്യാൻ മെഷർ മൊമെൻറ്റം പ്രിസൈസ്ലി യൂസിങ് ദ ഇക്വേഷൻ പി ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ബിക്കോസ് ലാംഡ ഈസ് എ പ്രിസൈസ്ലി മെഷറബിൾ ക്വാണ്ടിറ്റി ഹിയർ. ഓക്കെ, ദെൻ if it is like that, what is the position of that object? ഒരു മാറ്ററിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരു മാറ്റർ വേവാണിത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലെവിടെയാണ് ആ പൊസിഷൻ, അതായത് ആ മാറ്റർ ഇരിക്കുന്ന പൊസിഷൻ എവിടെയാണ് എന്ന് നമുക്ക് മെഷർ ചെയ്യുമ്പോൾ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. സോ എവിടെ നിന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ പൊസിഷൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, മെഷർ ചെയ്യാൻ കഴിയുന്നില്ല. ബട്ട് ഇഫ് യു കൺസിഡർ എ നാരോ wave group like this, so when you consider a narrow wave group like this, here what is the thing? A particle that corresponds to this wave group may be located anywhere within the group at a given time. So the maximum probability is in the middle region of the wave group. Since this is a very narrow wave group, the middle region can be located very easily, and so you can precisely measure the position of the material or the matter. But it is not such easy thing in the case of a wide wave group. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ അൺസർട്ടനിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഫിഗറിൻ്റെ താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം ഡെൽറ്റ എക്സ് ലാർജ്, ഡെൽറ്റ പി സ്മോൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഡെൽറ്റ പി എന്നും ഡെൽറ്റ എക്സ് എന്നും നമുക്ക് ഉദ്ദേശിക്കുന്നത്? അതാണല്ലോ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ പി സ്മോൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീവിയേഷൻ ടു ദിസ് പി, മെഷേർഡ് വാല്യൂ ഓഫ് പി, അതായത് നമ്മൾ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ ആ മെഷർ ചെയ്ത മൊമെൻറ്റം അതിൻ്റെ എക്സാക്റ്റ് വാല്യൂയിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യാനുള്ള ചാൻസിനെയാണ് നമ്മൾ ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഈ കേസിൽ നമ്മൾ പറഞ്ഞു വൈഡ് ആയിട്ടുള്ള ഒരു വേവ് ഗ്രൂപ്പാണ്, ആയതുകൊണ്ട് തന്നെ വേവ് ലെങ്ത് പ്രിസൈസ്ലി മെഷർ ചെയ്യാൻ സാധിക്കും. സോ യു ക്യാൻ പ്രിസൈസ്ലി മെഷർ ദ മൊമെൻറ്റം ഓൾസോ. സോ വെൻ യു ക്യാൻ പ്രിസൈസ്ലി മെഷർ ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ, ദ ഡീവിയേഷൻ വിൽ ബി വെരി സ്മോൾ. You will be getting exact value of that momentum. So deviation, the chance of deviation is very small. That is why it is written as delta P is small. Okay, delta P is small. Then what about this delta X is large? That also I have explained. Since it is a very wide wave group, it is not easy to locate the particle, or it is not very easy to find the exact position of the particle. So when you calculate the position, there is a chance of deviation from the exact position. That is why it is written as delta X is large. Okay, hope it is clear. But it is just opposite in the case of a narrow de Broglie wave group. When you consider a narrow de Broglie wave group, the position of the particle can be precisely determined, but the wavelength, it is not the case. Wavelength and hence the particle's momentum cannot be precisely determined because there are not enough waves to measure accurately. A very small region is there. It is a very narrow wave group, so there are not enough waves to measure accurately, so you cannot accurately measure the wavelength and momentum of the particle. Okay, so ഇതാണ് രണ്ട് രീതിയിലുള്ള വേവ് ഗ്രൂപ്പുകളെ വെച്ച് നമ്മൾ ഈ ഡെൽറ്റ പി, ഡെൽറ്റ എക്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
ഓക്കെ, ഇതിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലേക്ക് പോകുന്നത്. സോ ദ നാരോവർ ദ വേവ് ഗ്രൂപ്പ്, ദ മോർ പ്രിസൈസ്ലി എ പാർട്ടിക്കിൾസ് പൊസിഷൻ ക്യാൻ ബി സ്പെസിഫൈഡ് as given in the above two slides. I hope it is clear for you. Then from these two observations, you can go to uncertainty principle. That is, it is impossible to know both the exact position and the exact momentum of an object at the same time. So that is why ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷനിൽ കിടക്കുന്ന രണ്ട് കാര്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ലോസ് ഇൻ ഫിസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഒരു റിലേഷനിലേക്ക്, ഒരു മാത്തമാറ്റിക്കൽ ആസ്പെക്റ്റിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ, de Broglie wavelength of a particle, you know what is the de Broglie wavelength of a particle which is having a momentum, that is h by there is a correction, that is h by lambda. So h by lambda, and the corresponding, it's not h by p, it is h by lambda. Okay, h divided by lambda, you have to correct here, this is not h by p, h by lambda. So p is equal to h by lambda is the equation. So p is equal to h by lambda. So k, the wave number, what is corresponding wave number? Corresponding wave number k is equal to pi by lambda. So 2 pi by h by p. Okay. The equation is correct, I think. H by, it is momentum. It is correct. The de Broglie wavelength of a particle, it is there is no error in this. De Broglie wavelength of the particle of the momentum p is h by p, that is correct, and the corresponding wave number is given by k is equal to 2 pi by lambda. So 2 pi by lambda will become 2 pi p divided by h. Now in terms of wave number, the particle's momentum can be written from this equation. You can write p is equal to hk divided by 2 pi. P is equal to hk divided by 2 pi. Okay. Hence, the uncertainty, there is an uncertainty delta k in the wave number of the de Broglie wave associated with the particle results in an uncertainty delta p in the particle's momentum. അപ്പോൾ ഇങ്ങനെയാണ് അൺസർട്ടനിറ്റി പോകുന്നത്. അതായത് ലാംഡയിൽ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റി ആക്ച്വലി അത് വേവ് നമ്പറിലുള്ള അൺസർട്ടനിറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബിക്കോസ് ലാംഡ ഈസ് ഈക്വൽ ടു 2 pi by k, or k is equal to 2 pi by lambda. So when you measure lambda, if there is an uncertainty, surely there will be an uncertainty in the measurement of k, wave number, and it is denoted as delta k. And since you know the relation between delta p or p and k, മൊമെൻറ്റവും വേവ് നമ്പറും തമ്മിലുള്ള റിലേഷൻ ഇവിടെ വെച്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എച്ച് കെ ഡിവൈഡ് ബൈ 2 pi ആണ്. സോ കെയിൽ ഒരു അൺസർട്ടനിറ്റി ഉള്ളിടത്തോളം പിയിലും എന്തുണ്ടായിരിക്കും? അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും. ദാറ്റ് അൺസർട്ടനിറ്റി ഡെൽറ്റ പി ഈസ് ഗിവൺ ആസ് എച്ച് ബൈ 2 pi ഇൻറ്റു ഡെൽറ്റ കെ. Because you know p is equal to h by 2 pi into k, delta p will be h by 2k delta k. Okay. Now, ഇനി അൺസർട്ടനിറ്റിയുടെ ബേസിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ്പ്രഷൻ്റെ മുന്നേ ബേസിക് എക്സ്പ്രഷൻ ഓഫ് അൺസർട്ടനിറ്റി ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പൊസിഷൻ ആൻഡ് വേവ് നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്നുള്ളതാണ്. Okay, that is delta x delta k greater than or equal to 1/2. That is the expression, general expression for uncertainty, general uncertainty relation. Okay, now here you know what is delta k. From this equation, delta k can be delta p divided by h into 2 pi. Okay, so from that equation, 2 pi delta p divided by h, that is delta k. Hence, you can write delta k is greater than or equal to 1/2 delta x. Okay, so combining from this equation, you are going to write what is the, from these two equations, you are going to write the uncertainty principle for position and momentum. From the general uncertainty relation, delta x delta k greater than 1/2, you can write delta k greater than or equal to 1/2 delta x. And from this equation, that is delta p is equal to h delta k divided by 2 pi, you can write the final uncertainty relation, and that is delta x
into delta p greater than or equal to h by 4 pi, the famous relation that you are all familiar with. Okay, so that is the basics of uncertainty principle.